അങ്കിളെ നമസ്കാരം. ദാസനം കോഴിക്കോടാണ്. അപ്പൊ പൊളിച്ചെടുക്കുക. ദാസേട്ടൻ എന്നാണ് ഇപ്പോൾ കേരളം മുഴുവൻ എല്ലാവരും വിളിക്കുന്നത്. ഷൺമുഖദാസ് എന്നുള്ള ആ ഒരു പേരൊക്കെ നമ്മൾ മെല്ലനെ മറന്നുപോയി. ഷൺമുഖദാസ് എന്നുള്ള പേര് മറന്നുപോയി എന്ന് ചോദിച്ചാൽ അത് സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാണ്. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ ഒപ്പിടുന്ന സമയത്ത് ഷൺമുഖദാസ് അപ്പം മാത്രമല്ല, അപ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ഉൾവിളിയാണ്. ഭാര്യ എന്താ വിളിക്കുന്നത്? ഭാര്യ ദാസേട്ടാന്ന് വിളിക്കും. ദാസേട്ട. ശരിക്കും ദാസേട്ടൻ ആദ്യം ദാസേട്ട എന്ന് വിളിച്ചത് ആരാ? ദാസേട്ടാ തന്നെ വിളിച്ചത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായി മറുപടി. ചേച്ചിയാണോ? ചേച്ചിയാവണേ. ചേച്ചിക്ക് മുമ്പ് എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട്? ഞാൻ കല്യാണം കഴിച്ചത് 25 വയസ്സിലാണ്. അതിനു മുമ്പേ എത്ര ആൾക്കാർ, അതിനു മുമ്പ് പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ദാസേട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പണ്ടുള്ള പേരാണ് ദാസേട്ടൻ. ദാസ് എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ ദാസേട്ടാന്ന് വിളിക്കും. അതെ അതെ. അത് പിന്നെ മുതിർന്ന ആൾക്കാർ ദാസേട്ടാന്ന് വിളിക്കുന്ന രീതിയിലേക്ക് എത്തിയത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷം. അപ്പൊ ഈ മുതിർന്ന ആൾക്കാരും കയറിയിട്ട് ദാസേട്ടാന്ന് വിളിക്കുമ്പോ ഇന്നാള് ലാലേട്ടനോ മമ്മൂക്കയോ പറഞ്ഞ പോലെ അവര് വിളിക്കുമ്പോ ഞങ്ങളും അത് എൻജോയ് ചെയ്യും എന്ന് പറയുന്ന പോലെ ദാസേട്ടൻ എന്താ തോന്നുന്നത്? അവർ പറഞ്ഞ പോലെ തന്നെ ഞാനത് എൻജോയ് ചെയ്യും. എന്താ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ആൾ വിളിക്കുന്നത്. നമ്മൾ അവർ വിളിക്കുമ്പോൾ ഒരു ബഹുമാനം കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ആൾ വിളിക്കുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്യാ തന്നെ. ഇപ്പൊ സത്യത്തിൽ ദാസേട്ടൻ ഈ ഒരു റീൽസ് പരിപാടി തുടങ്ങിയിട്ട് ലൈക്ക് 4-5 ഇയേഴ്സ് കഴിഞ്ഞു അല്ലേ? അത്ര ആയിട്ടുണ്ട്. നമുക്ക് ലൈം ലൈറ്റിലേക്ക് വന്നിട്ട് വൈറലാകാനായിട്ട് ഈസിയാണ് ഇന്നത്തെ ഈ ഒരു സമയത്ത്. പക്ഷെ വൈറലായി അത് മെയിൻറ്റെയിൻ ചെയ്ത് ഈ 5 വർഷത്തിന് മേലെ നിൽക്കുക എന്ന് പറയുന്നതാണ് ഒരു അതിൻ്റെ ആണ് കാര്യം. അതായത് ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് നമ്മളിവിടെ ദാസേട്ടൻ്റെ വീട്ടിൽ വന്ന് ദാസേട്ടൻ്റെ ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ സ്റ്റിൽ യു ആർ ഇൻ ദ ലൈം ലൈറ്റ്. അതിൻ്റെ ഒരു രഹസ്യം നമ്മളായിട്ട് എക്സാക്ട്ലി. അതെന്താന്ന് വെച്ചാൽ മീനാക്ഷി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ ആയി വരാൻ പെട്ടെന്ന് സഡൻലി എന്തെങ്കിലും ഇൻസിഡന്റ് മതി നമ്മളൊരു 10 പേര് അറിയാൻ വേണ്ടി വൈറലാവാൻ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്നുവെച്ചാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു എന്താ പറയുക, നമ്മൾക്കൊരു ഇത് വരും. മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതിന് വേണ്ടി ആ രീതിയിലേക്ക്. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ വെറൈറ്റിനെ കൊണ്ടായിരിക്കാം ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ നമ്മളെ ഇപ്പോഴത്തെ യോയോ പയ്യന്മാരൊക്കെ ചെയ്യുന്ന പോലെ എന്താ പറയുക, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, അതുപോലെ തന്നെ സഡൻലി കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രാങ്ക് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളെന്നല്ല. ഞാൻ നമ്മളെ ഫാമിലി സംബന്ധമായ കാര്യങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ആ പ്രേക്ഷകർ അന്നും ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ദാസേട്ടൻ്റെ ഈ ഒരു കരിയറിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം ഭയങ്കര കോമഡി ആക്കിയിട്ടൊക്കെ ചെയ്തു വന്നു. അതിൻ്റെ ഇടയിൽ ആൾക്കാർ കളിയാക്കലുണ്ടായി. പിന്നെ ഒരു പ്രേക്ഷക സ്വീകാര്യത നേടി. അതിനുശേഷം ദാസേട്ടൻ്റെ വീഡിയോസ് തന്നെ വലിയൊരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നു. അത് ലൈക്ക് വേണം, ഇനി ഒന്ന് റൂട്ട് മാറ്റി പിടിക്കാം, കാരണം ഈ വെറൈറ്റി പിടിച്ചാലാണ് നമ്മൾ നിലനിന്ന് പോകും സംഭവം കൊണ്ടായിരുന്നു. അതെ അതെ. അതായത് ഞാൻ വന്ന സമയത്ത് ആക്ച്വലി സോഷ്യൽ മീഡിയ എന്താണെന്ന് എനിക്കറിയില്ല. അറിയാത്ത സമയത്ത് വന്ന ഒരാളെ ഞാൻ. നമ്മൾ ചെയ്യുന്നത് 10 പേര് അറിയുന്നുണ്ട്, അവർ പ്രതികരിക്കുന്നുണ്ട്, അവർ കളിയാക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല.